ഇത് ബായാർപ്പദം എന്ന് പെർമുദ പോകുന്ന റോഡാണ്. കാണുമ്പോൾ ഏതോ ഒരു കരിങ്കല്ല് ക്വാരിക്ക് പോകുന്ന റോഡ് പോലെയാണ് തോന്നുന്നത്. ഏകദേശം ഒരു 6 മാസത്തോളമായി ഈ റോഡ് ഈ അവസ്ഥയിൽ. കണ്ടില്ലേ, ഒരു ബസ് വരുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ബസ് വരുന്നതെന്ന് നോക്കിയത്. അതുപോലെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളടക്കം പോകുമ്പോൾ. ഇത്രയും അതപ്പതിച്ച ഈ റോഡിൽ ഈ പ്രദേശവാസികൾ ജീവിക്കുന്നത് തന്നെ ഒരു സത്യത്തിൽ അവർ അഭിനന്ദിക്കേണ്ടതാണ്. കരിങ്കല്ല് പൊടിയടക്കം ഈ പ്രദേശത്തുള്ള ബിസിനസ്സും തൊഴിലെടുക്കുന്ന ആൾക്കാരൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതിനെ ശരിയാക്കാനുള്ള ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അധികാരസ്ഥാനത്തിലുള്ള അധികാരവർഗങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഈ റോഡിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു നടപടി സ്വീകരിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണ്. ഒരുപക്ഷെ കരിങ്കല്ല് ക്വാരിക്ക് പോകുന്ന റോഡാണെങ്കിലും ഇതിനേക്കാളും നല്ലത് കാണും. ഇത് ഒത്തിരി ഇതിനെ പറയാൻ പറ്റത്തില്ല. അത്രയും അതപ്പതിച്ച, കണ്ടില്ലേ, കല്ലുകൾ, അതിനെ ടയറിനടി കല്ലുകൾ തീർക്കുന്നുണ്ട്. ഈ അധികാരവർഗം എവിടെയാണ് കണ്ണടച്ച് കിടക്കുന്നതെന്ന് അറിയാത്തത്. ഇവിടെ സാധാരണ ഈ അടുത്തുള്ള ഷോപ്പുകളും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളൊക്കെ കരിങ്കല്ല് പൊടിയിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഒത്തിരി വാഹനങ്ങളും ഒത്തിരി സ്കൂളും ഇതൊക്കെ ഉള്ള പ്രദേശമാണ്. പ്രത്യേകിച്ചിട്ട് PHC ഉള്ള പ്രദേശമാണിത്. എന്നിട്ട് പോലും ഈ റോഡിനെ ഇത്രയും നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു വിലയുമില്ലേ? ഓട്ടോറിക്ഷക്കാരൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വണ്ടികളൊക്കെ വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും കുറേ വണ്ടികളൊക്കെ ഇൻസ്പെക്ഷനും കാര്യമായിട്ട് ഇപ്പോൾ പണിയെടുപ്പിച്ചിട്ടുള്ളതാണ്. അവർക്ക് ഒത്തിരി അവരുടെ ദിവസം കഴിയാൻ വേണ്ടിയിട്ടാണ് റിക്ഷയിൽ തൊഴിലെടുക്കുന്നത്. എന്നിട്ട് പോലും കണ്ടില്ലേ, എന്താണ് ഈ റോഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എന്താണ് റോഡ് ഭയങ്കര മോശമാണ്. എത്ര സമയം, ഏകദേശം എത്ര സമയമായത്? 6 മാസത്തോളമായി. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാരിനും അധികാരവർഗത്തിനും എന്താണ് പറയാനുള്ളത്? അതെ, പൊടിയും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല, കല്ലുകളും പൊടിയും ഒക്കെ. നിങ്ങൾ സ്കൂട്ടറിൽ ബൈക്കിനായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, ഓട്ടോ മാത്രമാണ്. അല്ല, ശരി. കണ്ടില്ല, ഇതാണ് ഓട്ടോറിക്ഷക്കാരുടെ അഭിപ്രായം. ഇത് ഒരാളുടെ അഭിപ്രായമാണ്, പക്ഷേ ഇത് ഒരാളുടേതല്ല. ഇത് ഈ ഓട്ടോറിക്ഷയിൽ തൊഴിലെടുക്കുന്ന എല്ലാവരുടെയും ഒരു അഭിപ്രായം ഇത് തന്നെയാണ്. ഒത്തിരി വണ്ടികൾ കുലുങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ട്, എന്താണെന്ന് അറിയില്ല. ഒത്തിരി വണ്ടികൾ കല്ലിലും ഉള്ളിലും ഒക്കെ ആയിട്ട്. കണ്ടില്ല, ഇതാണ് ബായാർപ്പദവിൻ്റെ നിലവിലെ അവസ്ഥ. ഒരു ഹെവി വെഹിക്കിൾ പോയാൽ അതിൻ്റെ പിറകിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ്, കണ്ടില്ലേ, ഒരു ബസ് അങ്ങോട്ട് പോയി, മറ്റൊരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ പിറകിലുള്ള റിക്ഷയും ബൈക്കും സ്കൂട്ടറും ഒക്കെ എങ്ങനെ സഞ്ചരിക്കാനാ? അത് റിക്ഷ ഒത്തിരി വരുന്നുണ്ട്. നോക്കുക, അഭിപ്രായം ചോദിക്കുക. എങ്ങനെയാണ്? കുറേ മാസത്തോളമായി ഈ റോഡ് ഇങ്ങനെയുള്ളത്. എന്താട്ടാ ഈ റോഡ് എത്ര സമയം ഇങ്ങനെയുള്ളത്? 6 മാസമായി. ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇത് മുമ്പ് തന്നെ ഇങ്ങനെയാണോ, അല്ല മുമ്പ് ടാറിട്ട റോഡ് ഉണ്ടായിരുന്നില്ല? ടാറിടാൻ വേണ്ടിയിട്ട് ഇത് ഇളക്കിയതാണ്. എന്നിട്ട് ഇതുവരെ ഏതായാലും മഴക്കാലത്തിന് മുമ്പേ തുടങ്ങിയതാണ് അങ്ങനെ. ഇത് ഇങ്ങനെ മുടങ്ങാൻ കാരണം എന്താ അറിയാമെന്തെങ്കിലും? ടെൻഡർ എടുത്തവരോട് നിങ്ങൾ ചോദിച്ചിരുന്നോ? മഴ വന്നാണ് കാരണം. അതിന്റെ പിന്നെ വന്നിട്ടേ ഇല്ല. അതെ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് ഇങ്ങനെ വേണമെന്നാണോ, അല്ല ഇത് ശരിയാണെന്ന് തന്നെ ആഗ്രഹമുണ്ടോ? നമുക്ക് ശരിയാന്നത് വേണ്ട. കളക്ടർമാർ, ഞങ്ങള് MLA MP റിക്ഷത്തിൽ വരട്ടെ ഈ റോഡിൽ. അപ്പ മനുഷ്യന്മാർക്ക് അറിയുള്ളൂ. സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും. അവർ BMW കാറിൽ പോകുമ്പോ ഇത് അറിഞ്ഞില്ല. കൊല്ലത്തിൽ ഒരിക്കൽ 2 കുറേ ലക്ഷം നമുക്ക് വരും. ശരിയാണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് എപ്പോഴും ഉള്ളത് ഇത്.
അതെ. ഇത് ഏത് റോഡാണ് ഇങ്ങനെ ഞങ്ങളത് എപ്പോൾ ശരിയാക്കണം ഇവർ കള്ളന്മാർ. ഇതാണ് സാധാരണക്കാരുടെ ഒരു പ്രതികരണം. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ആളുടെ പ്രതികരണം നോക്കാം. മറ്റൊരാൾ വരുന്നുണ്ട്. ഏട്ടാ, ഞങ്ങൾ ഈ റോഡിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇത് ഇപ്പോൾ ഞങ്ങളൊരു രക്ഷക്കാരോട് ചോദിച്ചു, ഇതൊരു 6 മാസമായി എന്ന് പറഞ്ഞു. എത്ര സമയമായി ഏകദേശം ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു? 6 മാസമായി. എന്താ ഇതിനൊരു പരിഹാരം വേണ്ടേ? നിങ്ങളതിന് പ്രതികരിക്കുന്നില്ല? അല്ല എന്താ? അതെയാ? അല്ല, പ്രതികരിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ കിടക്കുന്നത്? അറിയില്ല. എന്തായാലും ഇത് ശരിയാവണം. അധികാരവർഗത്തിന് എന്താ പറയാനുള്ളത്? ഇത് സർക്കാരിനും അധികാരവർഗത്തിനും എന്താണ് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് ശരിയാക്കണം. പാവങ്ങളുടെ കഷ്ടത്തിന് ഇടപെടണം അല്ലേ? എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ പ്രയത്നിക്കാം. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഏട്ടാ, ഇത് ബായാറിന് പെർമത പോകുന്ന റോഡല്ലേ? ഇത് എത്ര സമയം ഇങ്ങനെ കിടക്കുന്നത്? 6 മാസം കഴിഞ്ഞു. ഇതിനെന്താ നിങ്ങളാരും പ്രതികരിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ കിടക്കുന്നത്? അല്ല എന്താ ഇവിടെ കുറേ ബായാറിൽ കുറേ ഓട്ടോറിക്ഷ ഒക്കെ ഉള്ളതല്ല, നിങ്ങളെന്താ ഒന്നും പ്രതികരിക്കാത്തത്? ഇത് ശരിയാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? പിന്നെ ആരും ഇനി മുംബൈ ഇറങ്ങുന്നില്ല, അതാണ് വിഷയം. നിങ്ങളെന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അധികാരവർഗത്തിനും ഈ സർക്കാരിനും എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? പാവങ്ങളുടെ കഷ്ടത്തിന് ഇടപെടണം അല്ലേ? ശരി. ഇവിടെ ഒരു അഭിപ്രായം ചോദിക്കും. അണ്ണാ, ಎಂಚೋಂಡು ರೋಡ್ ಎಂಚೋಂಡು ಎಂಚ ಸರಿ ಆವಡುന്നുണ്ടാ ತಿಂಚನೆ ಓಡುന്നുണ്ടാ ಸರಿ ಆವಡು ಒಂದು ಏತ್ ಸಾವಿರ ಇರು ಮುಲ್ಪದಾರೇನಾ ಏತ್ ಸಮಯ ಒಂದೊಂಜಿ ಆಜಿ ತಿಂಗಳು ಕಾರ್ಯುಂಡು ಅದೇ ಅಂಡ್ಲ ಸರಿ ಅನ್ಪುಜಿ ಎಂದು ಗವರ್ಮೆಂಟ್ಗೆ ಇಚ್ಚಂಡ ನೆತ್ತ ಅಧಿಕಾರ ವರ್ಗ ಇತ್ತನಕ್ಲಿಕ್ಕೆ ದಾದ ಪಣಿರ ಪಂಡ್ಪಾರ ಅಧಿಕಾರ ವರ್ಗದ ಅನಾವಸ್ಥೆನಕ್ಕೆ ಕಾರಣ ಒಂದಿತ್ತು ಈತ ಬೇಲೆ ಅರ್ಧ ಬೇಲೆ ಅದು ಉಂತಿಯರ ಕಾರಣ ಅದಂದು ಗೊತ್ತುಂಡ ಗೊತ್ತಿಸಿ മറ്റൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കാം. ഏട്ടാ, ഇത് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന എത്ര സമയം ഒരു ഏകദേശം? 5-6 മാസത്തോളമായി. ഇതിങ്ങനെ തന്നെ വേണം അല്ല ഇതിനെന്തെങ്കിലും ഒരു മോക്ഷം കാണണം? ഇവിടെ ചെയ്യുന്നവർ ആലോചിക്കണം അല്ലേ? അതെ. അധികാരവർഗത്തിന് എന്താ പറയാനുള്ളത്? കാശുണ്ടാക്കാൻ അല്ല, ഇതിനെ പറ്റിയിട്ട് ഇത്രയും അനാവസ്ഥ കാണിക്കാൻ കാരണം എന്താ? നിങ്ങളാരും പ്രതികരിക്കാത്തത് കൊണ്ടാണോ? അങ്ങനെയാണ്. അപ്പം സാധാരണക്കാർക്ക് അതൊരു പേടിയാണ്. തീർച്ചയായിട്ടും അതെ. എന്തായാലും നോക്കാം, എത്രയും പെട്ടെന്ന് ഇത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ശരി. ഇത് നിരവധി ബസ് പോകുന്നുണ്ട്. പറകിന്ന് പോയാൽ റോഡ് കാണാത്ത രീതിയിലാണ് പൊടികൾ പാറുന്നത്. ഏട്ടാ, എന്താ റോഡിന്റെ അവസ്ഥ? എന്താ ഇതിങ്ങനെ അവന് കാരണം എന്താ? അധികാരവർഗത്തിനോട് നിങ്ങൾ ഇത് ബോധ്യപ്പെടുത്തിയോ? അധികാരവർഗത്തോട് നിങ്ങൾ ബോധ്യപ്പെടുത്തിയോ? എല്ലാ ഈ ടെൻഡർ എടുത്തവരോട് നിങ്ങൾ ബോധ്യപ്പെടുത്തിയോ? 6 മാസത്തോളായി. വണ്ടിയുടെ അവസ്ഥ എന്താ? ഒരാഴ്ചയും കൂടി വന്നില്ലെങ്കിൽ പണി നിർത്തും. ഇവിടെ ബായാറിൽ കുറെ ഓട്ടോറിക്ഷ ഉള്ളതല്ലേ?